ഹലോ ഗൈസ്, എല്ലാവർക്കും ക്രിപ്റ്റോ മേനിയക്കിൻ്റെ ലേറ്റസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന പ്രൊജക്റ്റ് പിക്സൽ ടാപ്പാണ്. ഓക്കെ, അപ്പോൾ പിക്സൽ ടാപ്പിൻ്റെ എങ്ങനെയാണ് എയർ ഡ്രോപ്പിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുക, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ എയർ ഡ്രോപ്പിന് മുന്നായിട്ട് ചെയ്യണം എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ മൊത്തം 4 കാര്യങ്ങളാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്ത് വെക്കേണ്ടത്. അതിൽ ലാസ്റ്റ് 2 കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാം. കാരണം ആ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും എയർ ഡ്രോപ്പ് ലഭിക്കില്ല. ഓക്കെ, അപ്പോൾ ജൂലൈ 18-ന് നമ്മുടെ പിക്സൽ വേഴ്സിൻ്റെ മെയിൻ ടോക്കൺ ആയിട്ടുള്ള പിക്സ്1 2 മേജർ എക്സ്ചേഞ്ചുകളിൽ അവരെന്ത് ചെയ്യും, ലിസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പിക്സൽ വേഴ്സിൻ്റെ CEO ആണ് ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് അറിയിച്ചത്. അപ്പോൾ അതുകൊണ്ട് ടോക്കൺ ഇറങ്ങുന്നതിൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ ഫാമിങ് നിർത്താൻ പോകുകയാണെന്നോ അല്ലെങ്കിൽ എന്താണ് ഫാം ചെയ്തവർക്കുള്ള എയർ ഡ്രോപ്പ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യാമെന്നോ അവർ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഫാം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്ത് ഫാം ചെയ്യാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഡെയിലി കോമ്പോസ് അല്ലെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ ടെലിഗ്രാം ചാനലിലും നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ബേസിക്കായിട്ട് 4 കാര്യങ്ങളാണ് നിങ്ങളിത് ഫാം ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്ലേ ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഈ 4 തിങ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, മസ്റ്റായിട്ട് ചെയ്യുക. എന്നാലാണ് നിങ്ങൾക്ക് ഈ എയർ ഡ്രോപ്പ് റിസീവ് ആകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യമാണ് ബാലൻസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇൻ്റർഫേസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ പറ്റും, ബാലൻസ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ അത് എത്രത്തോളം കൂടുതലായിരിക്കും അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് എന്ത് വരിക, എയർ ഡ്രോപ്പ് വരിക. ഓക്കെ, അപ്പോൾ ഹാംസ്റ്റർ കോമ്പയർ ടാപ്സ് പോലുള്ള പലതിൽ, അതായത് ഹാംസ്റ്റർ കോമ്പയർ ആണ് മെയിനായിട്ട്. അതിൽ നമുക്കറിയാം പ്രോഫിറ്റ് പെർ അവർ ആണ് ഇമ്പോർട്ടൻ്റ് അറിയാം. അപ്പോൾ അതിൽ പ്രോഫിറ്റ് പെർ അവർ എങ്ങനെയാണോ അതുപോലെ തന്നെ ഇതിലുള്ളൊരു സംഭവമാണ് എന്ത്, ഡെയിലി ഇൻകം. ഡെയിലി ലിമിറ്റ് എന്നാണ് കൊടുത്തത്, ഡെയിലി ഇൻകം ആണ് സംഭവം. ഓക്കെ, അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ കേസിൽ, നമ്മുടെ പിക്സൽ ടാപ്പിൻ്റെ കേസിൽ ബാലൻസ് ആണ്. നമ്മുടെ കയ്യിൽ ടോട്ടൽ ബാലൻസ് എത്രത്തോളം ബാക്കിയുണ്ടോ അതിനനുസരിച്ചായിരിക്കും നമുക്ക് എന്ത് വരാം, എയർ ഡ്രോപ്പ് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ ടോട്ടൽ ബാലൻസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ബാലൻസ് എങ്ങനെ കൂട്ടാം, ഇതിൽ നമുക്ക് ടോക്കൺസ് ഏൺ ചെയ്യാനായിട്ട് 4 ഓപ്ഷൻസ് ആണ് ആകെ കൂട്ടിയുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ മൈനിങ് ആണ്. അതായത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും, അത് 8 മണിക്കൂറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൈൻ ചെയ്യാൻ പറ്റും. എപ്പോൾ വേണമെങ്കിൽ നമുക്ക് മൈൻ ചെയ്തെടുക്കാൻ പറ്റും, എത്രത്തോളം അതിൽ മൈൻ ആയിട്ടുണ്ടോ. അത് കൂടാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം 8 മണിക്കൂർ വരെ അത് കളക്ട് ചെയ്യുന്ന പോയിന്റ്സ് അതിൽ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഒന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ക്ലെയിം കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ ക്ലെയിം കയറും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ബാലൻസിൽ നമ്മുടെ അതിക്ക് ആഡ് ആകും. ഓക്കെ, അപ്പോൾ ആണ് ഫസ്റ്റ് മെത്തേഡ് വരുന്നത്. ഓക്കെ, സെക്കൻഡ് മെത്തേഡ് തന്നെ റിവാർഡ് സെക്ഷനിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി റിവാർഡ്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഡെയിലി റിവാർഡ്സിൽ ഈ ഡെയിലി റിവാർഡാണ് വരുന്നത്, പിന്നെ ഈ ഡെയിലി കോംബോയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡെയിലി റിവാർഡിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡെയിലി നമുക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു എമൗണ്ട് കിട്ടും. പക്ഷേ അതിനൊരു ലിമിറ്റ് ഉണ്ട്, ഫിക്സ്ഡ് എമൗണ്ട് വെച്ചാണ് കിട്ടുള്ളൂ. അങ്ങനെ നമുക്കൊരു 7 ദിവസം വരെയാണ് വരാം. അത് കഴിഞ്ഞ് വീണ്ടും ഡേ 1 ഡേ 2 അങ്ങനെ വീണ്ടും റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് അടുത്ത ഓപ്ഷൻ വരുന്നത്, തേർഡ് ഓപ്ഷൻ ഡെയിലി കോംബോയാണ്. ഓക്കെ, അപ്പോൾ ഡെയിലി കോംബോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെയിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഡെയിലി ഇൻകത്തിനനുസരിച്ച് ഒരു ഗെയിം പോലെ കളിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ കുറച്ച് എക്സ്ട്രാ റിവാർഡ്സ് കോംബോ ആയിട്ട് നേടാൻ പറ്റും. അപ്പോൾ ഈ കോംബോസ് ഒക്കെ നമ്മൾ ഡെയിലി നമ്മുടെ ടെലിഗ്രാമിലും ഇൻസ്റ്റാഗ്രാമിലും കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഫോളോവേഴ്സിന് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഒരു 4 കാർഡ്സ് ഒരു പ്രത്യേക ഓർഡറിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ 4 കാർഡ്സ് അതേ ഓർഡറിൽ തന്നെ നമ്മൾ ഗെയിമേഴ്സ് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കാണിക്കണം, ഈ മുകളിൽ കാണിക്കുന്ന മാക്സ് റിവാർഡ് അത് എത്രയാണോ അത് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ മാക്സ് റിവാർഡ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ ഡെയിലി ഇൻകം എത്രത്തോളം കൂടുതലാണോ അതിനനുസരിച്ചായിരിക്കും മാക്സ് റിവാർഡ് ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇന്നത്തെ ഒരു കോംബോ ഞാൻ കാണിക്കുകയാണ്. ഓക്കെ, ഫസ്റ്റ് വരുന്നത് ബ്ലാക്ക് പാന്തറിൻ്റെ കാർഡാണ്, സെക്കൻഡ് വരുന്നത് ബിയാറ്റത്തിൻ്റെ കാർഡ്, തേർഡ് വരുന്നത് പോപ്പോ എന്നാണ് ഈ ഒരു പെറ്റിൻ്റെ പേര്, പിന്നെ അതിൻ്റെ തന്നെ തേർഡ് വേർഷൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സ്പെസിഫിക് ഓർഡറിലാണ് ഇന്നത്തെ കാർഡ്സ് വരുന്നത്. അപ്പോൾ അത് കൊടുത്തിട്ട് ഞാൻ ചെക്ക് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി എന്താണ്, നമ്മൾ കൊടുത്ത കാർഡ്സും അതിൻ്റെ ഓർഡറും ശരിയാണ്. അപ്പോൾ നമുക്കത് 100% ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി 14 മില്യൺ കോയിൻസ് ക്ലെയിം ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ മൂന്നാമത്തെ മെത്തേഡാണ് പറഞ്ഞത്. ഇത് ഫസ്റ്റ് മെത്തേഡിലത്തെ, അതായത് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതിലത്തെ മൂന്നാമത്തെ കാര്യം. ഓക്കെ, അതുപോലെ തന്നെ ഫോർത്ത് കേസ് എന്ന് വെച്ചാൽ നമുക്ക് ഫൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിവിടെ പെറ്റ്സിനെ വാങ്ങാൻ പറ്റും. ഓക്കെ, ഈ ഓരോ പെറ്റുകൾ നമ്മൾ വാങ്ങുമ്പോഴും ആ പെറ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഡെയിലി ഇൻകം ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഡെയിലി ഇൻകം ഇൻക്രീസ് ചെയ്യുന്ന പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റും 9.36 മില്യൺ ആണ് എൻ്റെ ഡെയിലി ഇൻകം. അത് ഒരു ദിവസം ഇത്ര ടോക്കൺസ് ആണ് ഏൺ ചെയ്ത് തരാം. നമ്മൾ ഫൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരു പെറ്റിന് ഞാൻ അപ്ഗ്രേഡ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ബി ആറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനെടുക്കുന്നു, അതിൻ്റെ 26 ആണ് ലെവൽ വരുന്നത്.
അപ്പോൾ ഞാൻ അപ്ഗ്രേഡ് ചെയ്യാം. അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഇത്ര മില്യണാണ് വരുന്നത്. ഞാൻ ലെവലപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ അത് അപ്ഗ്രേഡ് ആയി. ഓക്കെ, ഇനി നമ്മൾ നേരെ തിരിച്ചിട്ട് ഇത് ക്ലോസ് ചെയ്യാം. ഏൺ എന്ന് പറഞ്ഞ സെഷനിൽ പോകണമെങ്കിൽ കാണാൻ പറ്റും 9.36 ആണ് ഇപ്പോൾ 9.43. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഡെയിലി ഇൻകം കൂട്ടാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു 4 മെത്തേഡിലാണ് നിങ്ങൾക്ക് ബാലൻസ് കൂട്ടാൻ പറ്റുക. ആ ബാലൻസ് നിങ്ങൾക്ക് എത്ര അധികം ഉണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് വരും, ഒരു എയർ ഡ്രോപ്പ് കിട്ടും. ഓക്കെ, ഇതുപോലെ തന്നെ സെക്കൻഡ് തിങ് അടുത്തതായിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യമാണ് ലെവലാണ്. ഓക്കെ, ലെവൽ എന്ന് പറഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും സെൻട്രൽ തന്നെ ഉണ്ടായിരിക്കും ലെവൽ. അപ്പോൾ എൻ്റെ ഈ ലെവൽ വരുന്നത് ലെവൽ 8 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ലെവൽ എത്രത്തോളം കൂട്ടി കിട്ടുന്നോ അതിനനുസരിച്ച് എന്ത് ചെയ്യും, നിങ്ങൾക്ക് കിട്ടുന്ന പ്രിവിലേജസും അതുപോലെ തന്നെ ഡെയിലി കോമ്പോയുടെ പെർസെൻറ്റേജസ് പലതും കൂടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് ജസ്റ്റ് ലെവലിന്മ തൊടാം. അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ടാവും കണ്ടീഷൻസ് ഉണ്ടാവും. ഒന്നാമത്തെ കണ്ടീഷൻ, രണ്ടാമത്തെ കണ്ടീഷൻ, മൂന്നാമത്തെ കണ്ടീഷൻ. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ ഏൺ 3 മില്യൺ കോയിൻസ് എന്നാണ് കിടക്കുന്നത്. അടുത്ത് വിൻ 25 ബാറ്റിൽസ്. അപ്പോൾ ഞാൻ ഓൾറെഡി നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഒരു ഫൈറ്റിനുള്ള ഓപ്ഷൻ ഉണ്ട്. ആദ്യം പോയിട്ട് നമ്മൾ 25 ബാറ്റിൽസ് ഫൈറ്റ് ചെയ്തിട്ട് ജയിക്കണം നമ്മുടെ പെറ്റിനെ വെച്ചിട്ട്. ഓക്കെ, മൂന്നാമത്തെ ഇൻവൈറ്റ് 10 ഫ്രണ്ട്സ് എന്നാണ്. ഈ ഒരു അക്കൗണ്ടിൽ സെക്കൻഡറി അക്കൗണ്ടിൽ 18 ഇൻവൈറ്റ് ഉണ്ട് ഓൾറെഡി. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ആൻഡ് തേർഡ് കണ്ടീഷൻ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ ടിക്ക് മാർക്ക് വന്നിട്ട്. അതുപോലെ തന്നെ പക്ഷേ സെക്കൻഡ് കണ്ടീഷൻ ഞാൻ മീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ സെക്കൻഡ് കണ്ടീഷനോട് ഞാൻ മീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് വരും, ഇവിടെ ഗെറ്റ് ലെവൽ 9 എന്നുള്ള ഓപ്ഷൻ വരും. അപ്പോൾ നമ്മൾ ടച്ച് ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി ലെവൽ 9ക്ക് അപ്ഗ്രേഡ് ആവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ലെവൽ 8 നിന്ന് 9ക്ക് മുമ്പ് ഇത്ര കോയിൻസ് നമുക്ക് കിട്ടും. അത് വലിയൊരു എമൗണ്ട് അല്ല. പിന്നെ ഡെയിലി ഇൻകം നമ്മുടെ ഇത്ര കൂടും. അതായത് 3,62,000 നമ്മുടെ ഡെയിലി ഇൻകം കൂടും. അതുപോലെ തന്നെ ഡെയിലി കോംബോ നമുക്ക് കിട്ടുന്ന ഡെയിലി കോംബോ ആ കാർഡ്സ് അറേഞ്ച് ചെയ്തിട്ട് കിട്ടില്ലേ, ആ കോംബോ 5% കൂടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ലെവൽ മാക്സിമം എന്ത് ചെയ്യുക, അപ്ഗ്രേഡ് ചെയ്ത് ഒരു ലെവൽ 9ഓ 10ഓ ആ ഒരു രീതിക്കൊക്കെ എത്തിയാൽ നോക്കുക. എത്രത്തോളം കൂടുതലാണോ അത്രത്തോളം നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് സെക്കൻഡ് പോയിന്റ്. അതുപോലെ തന്നെ തേർഡ് പോയിന്റ്, ഇനി വരുന്ന ലാസ്റ്റ് പോയിന്റും മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. നിങ്ങൾ ബാലൻസ് കൂട്ടിയിട്ടോ ലെവൽ കൂട്ടിയിട്ടോ കാര്യം ഉണ്ടാവില്ല. ഈ തേർഡ് ആൻഡ് ഫോർത്ത് മെത്തേഡ്സ് അല്ലെങ്കിൽ ആ സ്റ്റെപ്പ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എത്ര ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ലെവൽ എത്ര എന്ന് പറഞ്ഞിട്ടോ യാതൊരു പ്രയോജനമില്ല. അപ്പോൾ തേർഡ് കാര്യമാണ് ഡാഷ്ബോർഡ് രജിസ്ട്രേഷൻ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പിക്സൽ ടാപ്പ് എന്ന് പറയുന്നത് ശരിക്കും ഈ ഗെയിമിൻ്റെ പേര് അല്ലെങ്കിൽ ഈ പ്രോജക്റ്റിൻ്റെ പേര് പിക്സൽ വേൾഡ്സ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ പിക്സൽ വേൾഡ്സ് ശരിക്കും പറഞ്ഞാൽ ഒരു ടെലഗ്രാം മിനി ആപ്പ് അല്ല, അതൊരു Web3 ബ്രൗസർ ഗെയിമാണ്. അത് നമ്മൾ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ ക്രോം ഗൂഗിളിലൊക്കെ മീൻസ് വെബിൽ കളിക്കുന്ന ഒരു ഗെയിമാണ്, അല്ലാണ്ട് ഇതുപോലത്തെ ഒരു ഗെയിമല്ല. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രൊജക്റ്റ് അവർ ഇറക്കുന്നതിന് മുന്നേ ആളുകളിലേക്ക് ഇതിൻ്റെ ഒരു സംഭവങ്ങൾ എത്തിക്കാനും പിന്നെ ആ ഒരു പ്രൊജക്റ്റിൽ യൂസ് ചെയ്യുന്ന കോയിൻസ് ആളുകൾക്ക് ഫാം ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് അവരെന്ത് ചെയ്തത് Web3 ഗെയിമായിട്ടുള്ള ഈ പിക്സൽ ടാപ്പ് ടെലഗ്രാമിൽ ഇറക്കിയത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് പിക്സൽ വേൾഡ്സ് എന്ന് പറഞ്ഞ ഒറിജിനൽ ഗെയിം അത് ഇറങ്ങുന്നതിന് മുന്നേ ആ ഗെയിമിൽ യൂസ് ചെയ്യുന്ന കോയിൻസ് ഫാം ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ഈ കോയിൻസ് അല്ല കേട്ടോ റിയൽ കോയിൻസ്, ഇത് നമ്മൾ ഇതിലത്തെ ഇൻ ഗെയിം ആയുള്ള കോയിൻസാണ്. അപ്പോൾ ഈ കോയിൻസിനൊക്കെ അനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും, പിക്സ് ഫൈ എന്ന് പറഞ്ഞ ടോക്കൺ നമുക്ക് എയർ ഡ്രോപ്പിന് സമയത്ത് കിട്ടും. ആ ടോക്കണാണ് ശരിക്കും ഇവരുടെ പ്രൊജക്റ്റ് കാര്യങ്ങളൊക്കെ ലോഞ്ച് ചെയ്യുമ്പോൾ അതിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പാണ് തേർഡ് സ്റ്റെപ്പാണ് ഡാഷ്ബോർഡ് രജിസ്ട്രേഷൻ. അതെല്ലാവരും മസ്റ്റായിട്ട് ചെയ്യണം. എങ്ങനെ ചെയ്യണം നമ്മൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ തേർഡ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ചെയ്യാനായിട്ട് നമ്മൾ വന്ന് നോക്കുന്നത് നമ്മുടെ ടെലഗ്രാം ചാനലാണ്. അപ്പോൾ ടെലഗ്രാം ചാനൽ നമ്മൾ ഓൾറെഡി July 8 നമ്മൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ടെലഗ്രാം ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഓൾറെഡി നമ്മൾ ഫോളോവേഴ്സിനോട് പറഞ്ഞിരുന്നു നിങ്ങൾ മസ്റ്റായിട്ട് എന്ത് ചെയ്യണം, പിക്സൽ വേഴ്സിൻ്റെ ഡാഷ്ബോർഡിൽ രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഡാഷ്ബോർഡിൽ രജിസ്റ്റർ ചെയ്യുന്ന പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് ഡാഷ്ബോർഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ വെബ് അല്ലെങ്കിൽ ബ്രൗസർ വേർഷനാണ്. അപ്പോൾ അതിൽ പോയിട്ട് നമ്മുടെ മെയിൽ ID രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് നമ്മുടെ ഗ്രൂപ്പിൽ ജസ്റ്റ് ലിങ്ക് ഒന്ന് ഓപ്പൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഞാൻ രജിസ്ട്രേഷൻ നടത്തിക്കൊണ്ട് എൻ്റെ അക്കൗണ്ടിലേക്കാണ് പോവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ലിങ്കിൽ കയറുമ്പോൾ നിങ്ങളുടെ ഒരു ഇമെയിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വരാം. നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ കൊടുക്കുക, എന്നിട്ട് രജിസ്ട്രേഷൻ കൊടുക്കുമ്പോൾ ഒരു കോഡ് നിങ്ങളുടെ മെയിലേക്ക് വരും. ആ മെയിലത്തെ കോഡ് നിങ്ങൾ അടിച്ചു കൊടുത്തിട്ട് ഓക്കെ കൊടുത്താൽ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസാണ് വരാം. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ പെറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ഇവിടെ പെറ്റിനെ വാങ്ങാൻ പറ്റും. ഓക്കെ, ഇവിടെ ചേഞ്ച് ബോട്ട് എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് ഏത് പെറ്റിന് വേണമെങ്കിലും വാങ്ങാൻ പറ്റും. അതിന് കുറച്ച് സർട്ടൻ പോയിന്റ്സ് ഉണ്ടായിരിക്കും. ആ പോയിന്റ് കൊടുത്തിട്ട് വാങ്ങാൻ പറ്റുള്ളൂ. ആ പെറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും സ്ട്രീക്ക് എന്ന് കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ സ്ട്രീക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെയിലി ഇത്ര പോയിന്റ്സ് കണ്ട ഡേ 4. അപ്പോൾ ഒരു ഡേ 4 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സ്ട്രീക്ക് 10 ദിവസമായിട്ട് ഞാൻ അടുപ്പിച്ച് ഇത് വാങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡേ 4 ഇപ്പോൾ 300 പിക്സ് എന്ന് കൊടുത്തിട്ടുണ്ടായില്ല. ഓക്കെ, അപ്പോൾ ഞാനിതിപ്പോൾ ഇവിടെ സ്ക്രാച്ചിൽ നിന്ന് വോക്കുന്നൊക്കെ ആയിരിക്കും അവിടെ കിടക്കുന്നുണ്ടാവും. അത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ
ആ പോയിൻറ്റ്സ് ഈ 300 പോയിൻറ്റ് ഡേ 4ത്തെ 300 പോയിൻറ്റ് എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യണം. പിന്നെ അത് കൂടാതെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിപ്പോൾ നെറ്റിൻ്റെ ഇഷ്യൂ എന്ന് തോന്നുന്നു, കളക്ട് ആവണില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളത് ചെയ്യണം മസ്റ്റായിട്ട്. പിന്നെ അതുപോലെ നിങ്ങൾ പ്രൊഫൈൽ എന്ന് പറഞ്ഞ ഐക്കണിൽ പോയാൽ, ഓക്കെ, പ്രൊഫൈൽ എന്ന് പറഞ്ഞ ഐക്കണിൽ പോയിട്ട് ഇവിടെ എഡിറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ എഡിറ്റിൻ്റെ ഓപ്ഷൻ ഞെക്കണം. എന്നിട്ട് നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളുടെ മെയിൽ ID കറക്റ്റ് ആണെന്ന് നോക്കുക. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് യൂസർ നെയിം ആഡ് ചെയ്യാൻ പറ്റും, ബയോയിൽ എന്തെങ്കിലും കൊടുക്കാൻ പറ്റും. അതൊക്കെ ചെയ്യുന്നതിന് അപ്ഡേറ്റ് ചെയ്യുന്നതിന് പോയിൻറ്റ്സ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ചെയ്യാം. പിന്നെ നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളെ ടെലഗ്രാം കണക്ട് ചെയ്യണം. ഇതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിങ്ങൾ പിക്സൽ വേഴ്സിൻ്റെ ഡാഷ്ബോർഡിൽ നിങ്ങൾ ഇമെയിൽ രജിസ്റ്റർ ചെയ്യുക, പ്രൊഫൈൽ ഓപ്പൺ ആക്കുക. പോയിൻറ്റ്സ് നിങ്ങൾക്ക് ഡെയിലി ഏൺ ചെയ്യാൻ പറ്റും. പെറ്റ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ്റെ താഴേക്ക് പോയാൽ. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ടെലഗ്രാം വന്നിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ടെലഗ്രാം കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ടെലഗ്രാം കണക്ട് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ നമ്പർ കൊടുത്തിട്ട് ടെലഗ്രാമിക്ക് ഒരു OTP വരും. ആ OTP ഇതിൽ അടിച്ചു കൊടുത്താലാണ് കണക്റ്റ് ആവുക. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പിക്സൽ ടൈപ്പ് നമ്മൾ മിനി ഗെയിം കാണിച്ചല്ലോ. ഓക്കെ, ആ പിക്സൽ ടൈപ്പ് നിങ്ങൾ ഏത് നമ്പറിലുള്ള ടെലഗ്രാമിലാണോ കളിക്കുന്നത് അതേ നമ്പർ തന്നെ എന്ത് ചെയ്യണം, നമ്മുടെ ഈ പിക്സൽ വേഴ്സിൻ്റെ ഡാഷ്ബോർഡിലും കണക്ട് ചെയ്യണം. എന്നാലാണ് ഇത് ഓക്കെ ആവുള്ളൂ. ഒരേ അക്കൗണ്ടാണ് നമ്മൾ ആക്കാൻ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അല്ലാതെ പിക്സൽ ടൈപ്പിലത്തെ വേറൊരു അക്കൗണ്ട്, പിക്സൽ വേഴ്സിൻ്റെ വേറെ അക്കൗണ്ട്, അങ്ങനെയല്ല നമ്മൾ ആക്കാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടും സെയിം അക്കൗണ്ടാണ്, ഒരാളുടെ അക്കൗണ്ടാണെന്നാണ് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിക്സൽ ടൈപ്പ് കളിക്കുന്ന അതേ ടെലഗ്രാമിൽ തന്നെ ആയിരിക്കണം നമ്മൾ ഈ പിക്സൽ വേഴ്സിൻ്റെ ഡാഷ്ബോർഡും കണക്റ്റ് ആക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഡാഷ്ബോർഡിൽ നമ്മൾ ഇവിടെ രജിസ്ട്രേഷൻ കൊടുക്കാൻ വരുമ്പോൾ നമ്മളിവിടെ കൊടുക്കേണ്ട നമ്പറും എന്തിനായിരിക്കും, നിങ്ങൾ പിക്സൽ ടൈപ്പ് കളിക്കുന്ന ഏത് ഫോൺ നമ്പറാണോ ആ നമ്പർ തന്നെയായിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അതുപോലെ നമുക്ക് ഇവിടെ വാലറ്റ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വാലറ്റ് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അപ്പോൾ ഇൻ കേസ് ഇതിൽ നിർബന്ധമില്ല വാലറ്റ് കണക്ട് ചെയ്യണമെന്ന്, പക്ഷേ നിങ്ങൾ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും ഇതുപോലെ തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ പിക്സൽ ടാപ്പിൻ്റെ മിനി ആപ്പിൽ ഏത് വാലറ്റാണ് നിങ്ങൾ കണക്ട് ചെയ്തത് അതേ വാലറ്റ് തന്നെ എന്ത് ചെയ്യണം, ഇതിലും കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ വാലറ്റ് എന്നുള്ള ഓപ്ഷനിൽ പോകണമെങ്കിൽ ഓൾറെഡി ഇവിടെ OKX കുറച്ച് ഓപ്ഷൻ ഉണ്ട്. ബൈബിറ്റ് എടുക്കാം, OKX എടുക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാലറ്റ് എടുക്കാം. പിന്നെ ഇതിലത്തെ പിന്നെ മെറ്റാമാസ്ക് ആണുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ബൈബിറ്റും എല്ലാം OKX അല്ല മെറ്റാമാസ്കും അല്ല നിങ്ങളുടെ വാലറ്റെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എടുക്കേണ്ടത് വാലറ്റ് കണക്റ്റ് ആണ് എടുക്കേണ്ടത്. ഓക്കെ, മീൻസ് ഈ പറഞ്ഞ 3 ഓപ്ഷനിലല്ല തന്നെ വാലറ്റ് കണക്റ്റ് എടുത്താൽ ഓട്ടോമാറ്റിക്കലി അവിടെ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഏത് വാലറ്റിൻ്റെ ആണെങ്കിൽ അഡ്രസ്സ് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ അപ്പോൾ തേർഡ് കാര്യം കഴിഞ്ഞു, അതായത് ഡാഷ്ബോർഡ് രജിസ്ട്രേഷനാണ് കഴിഞ്ഞത്. ഫോർത്ത് കാര്യം നമ്മൾ പറയാൻ പോകുന്നത് വാലറ്റാണ്, വാലറ്റ് കണക്ഷൻ. അപ്പോൾ ഡാഷ്ബോർഡത്തെ വാലറ്റ് കണക്ഷൻ പറഞ്ഞാൽ നമ്മൾ പിക്സൽ ടൈപ്പിൽ കൊടുത്തിട്ടുള്ള അതേ വാലറ്റാണ് ഇവിടെ നിങ്ങൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ കൊടുക്കേണ്ടത്. ഓക്കെ, കാരണം രണ്ടും നമ്മൾ സെയിം അക്കൗണ്ടായിട്ടാണ് കരുതേണ്ടത്. ഓക്കെ, സോ നാലാമത്തെ കാര്യമായിട്ടുള്ള വാലറ്റിൻ്റെ കേസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഡാഷ്ബോർഡ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് നിങ്ങൾ ഡാഷ്ബോർഡിൽ നമ്മുടെ ലിങ്ക് വഴി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ വെബിൽ അല്ലെങ്കിൽ ഗൂഗിളിലോ ക്രോമിലോ പോയി നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഡെയിലി എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ പിക്സൽ ടാപ്പിൻ്റെ ബോട്ടിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക് ലോഞ്ച് ബോട്ട് എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ടു ചാനൽ, അതിൻ്റെ അടിയിൽ എക്സ്ട്രാ പോയിന്റ്സ് ഇൻ ഡാഷ്ബോർഡ് എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അതിൽ ജസ്റ്റ് ടച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡാഷ്ബോർഡിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോകും. ഓക്കെ, ലിങ്ക് വഴി എപ്പോഴും പോകണമെന്നില്ല, ഡയറക്റ്റ് ആയിട്ട് പോകും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ടാസ്ക് എന്നുള്ള ഓപ്ഷൻ എടുത്താൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, കുറച്ച് ടാസ്ക് ഒക്കെ ഉണ്ടാവും, അതൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുക, നിർബന്ധമില്ല. അതുപോലെ പെറ്റ്സ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് താഴെ പോകണമെങ്കിൽ നിങ്ങൾക്ക് പോയിന്റ്സ് കളിക്കാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇത് ഡെയിലി നിങ്ങൾ ക്ലെയിം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിനി ലാസ്റ്റ് കാര്യമുള്ള വാലറ്റിൻ്റെ ഓപ്ഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു വാലറ്റ് അതിലും ഇതിലും കണക്ട് ചെയ്യണം, കണക്ട് ചെയ്യുന്ന വാലറ്റ്സ് സെയിം ആവണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് പിക്സൽ ടാപ്പിലത്തെ വാലറ്റ് കണക്ഷൻ ആണ്. അത് നിങ്ങൾ കണക്ട് ചെയ്ത് തന്നെ വെക്കണം, കണക്ട് ചെയ്ത് പോകരുത്. ആ പിക്സൽ ടാപ്പിൽ നമ്മൾ ടെലഗ്രാം മിനി ആപ്പിൽ വരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ 2 വാലറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ട്രസ്റ്റ് വാലറ്റ് ആണ്, ഇതാണ്. കാരണം ഈ ഗെയിം ലോഞ്ച് ആയ സമയത്ത് ഇതിൽ അധികം വാലറ്റുകൾ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉണ്ടായിരുന്ന ഓപ്ഷനിൽ ഒരു മെയിൻ ഓപ്ഷൻ ആണ് ട്രസ്റ്റ് വാലറ്റ്. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു അക്കൗണ്ടിൽ ട്രസ്റ്റ് വാലറ്റും പിന്നെ അതുപോലെ മെയിൻ അക്കൗണ്ടിൽ ബൈബിറ്റിൻ്റെ വാലറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പിന്നീട് എന്താണ് ടോൺ ബ്ലോക്ക് ചെയിൻ ആയിട്ട് പിക്സൽ വേഴ്സ് കണക്ഷനായിട്ട് ടോൺ നെറ്റ്വർക്കിലാണ് അവർ ഇറക്കാൻ പോകുന്നതെന്ന് തീരുമാനിച്ചപ്പോൾ ടോൺ വാലറ്റ് കൂടി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു. അപ്പോഴാണ് ഞാൻ എന്ത് ചെയ്തത്, ഇവിടെ ടോൺ വാലറ്റ് കൂടി കണക്ട് ചെയ്തത്. അപ്പോൾ നിങ്ങളത് കണക്ട് ചെയ്തില്ലാന്നെങ്കിൽ കണക്ട് ചെയ്ത് വെച്ചോളൂ. ഇവിടെ കണക്ട് ന്യൂ വാലറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഓട്ടോമാറ്റിക്കലി ആ കണക്ട് ന്യൂ വാലറ്റ് എന്നുള്ള ഓപ്ഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ഏത് വാലറ്റാണ് കണക്ട് ചെയ്യാനുള്ള രീതിയിൽ എടുക്കാൻ പറ്റും. അതിൽ ടോണും എല്ലാ വാലറ്റുകളുടെയും ഓപ്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അത് കൂടി വേണമെങ്കിൽ കണക്ട് ചെയ്തിട്ടോ. പക്ഷേ ഇവിടെ മെയിൻ വാലറ്റ് എന്ന് പറഞ്ഞൊരു വാലറ്റ് എടുക്കണ്ടോ, അതിന് ട്രസ്റ്റ് വാലറ്റാണ് എടുക്കുന്നത് എൻ്റെ കയ്യിൽ. അപ്പോൾ ഇതേ വാലറ്റ് ഈ മെയിൻ വാലറ്റ് തന്നെ ആയിരിക്കണം
പിക്സൽവേഴ്സിൻ്റെ ഡാഷ്ബോർഡിലും കിടക്കുന്നത്. നമുക്ക് സെക്കൻഡറി ആയിട്ട് വേറെ എത്ര വാലറ്റ് വേണമെങ്കിലും ഇതിൽ അടിയിൽ കണക്ട് ചെയ്തിരിക്കാം. അപ്പോൾ തൽക്കാലം ഇപ്പോൾ മെയിൻ വാലറ്റ് മാറ്റിയിടാനുള്ള ഓപ്ഷൻ ഇല്ല. ഇതിൽ ആക്കുള്ള ഓപ്ഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉള്ള ഒരു വാലറ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ വന്നാൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, മറ്റേ വാലറ്റ് നിങ്ങൾക്ക് മെയിൻ ആക്കി ഇടാൻ പറ്റും. അങ്ങനെയാണ് നിങ്ങൾക്ക് വാലറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ നിങ്ങൾ വാലറ്റ് ചേഞ്ച് ആക്കണമെങ്കിലും ഒന്നിലധികം വാലറ്റുകൾ ആഡ് ചെയ്യുകയാണെങ്കിലും ഇതിലത്തെ മെയിൻ വാലറ്റ് ഇനി ആയിരിക്കണം പിക്സൽവേഴ്സിൻ്റെ ഡാഷ്ബോർഡിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്ന വാലറ്റ്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യണം. എന്നാലാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എയർ ഡ്രോപ്പ് വരുള്ളൂ. അല്ലാതെ ബാലൻസ് എത്രത്തോളം കൂട്ടുക, ബാലൻസ് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. കാരണം ബാലൻസ് എത്രത്തോളം കൂടുതലാണ് അതിനനുസരിച്ച് നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് വരാം. പക്ഷേ ഒരാളുടെ അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ടായാലും ആൾ വാലറ്റ് കണക്ട് ചെയ്തിട്ടില്ല, അതുപോലെ ഡാഷ്ബോർഡ് രജിസ്റ്റർ ചെയ്തിട്ടില്ല, ഡാഷ്ബോർഡിലത്തെ പോയിന്റ്സ് കളക്ട് ചെയ്തിട്ടില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് കിട്ടാനുള്ള ചാൻസ് ഓൾമോസ്റ്റ് 0 ആണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ പിക്സൽവേഴ്സിൻ്റെ ടോക്കണിൻ്റെ പേരാണ് PIX5. ഓക്കെ, അത് PIXFI. ഈ PIX5 ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫാം ചെയ്യുന്നത് 2 സ്റ്റെപ്പായിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ഈ ടോക്കൺസ് ഇതിനെ വിളിക്കുന്നത് ഫൈ എന്നാണ്. ഓക്കെ, അതുപോലെ തന്നെ ഡാഷ്ബോർഡിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന ടോക്കൺ വിളിക്കുന്നത് PIX എന്നാണ്. അപ്പോൾ ഈ PIXും ഫൈയും നമ്മൾ എന്ത് ചെയ്യണം, ഫാം ചെയ്യണം. ഫൈ ഫാം ചെയ്യുന്നത് ടെലഗ്രാമിലും, അതുപോലെ PIX ഫാം ചെയ്യുന്നത് ഡാഷ്ബോർഡിലാണ്. ഓക്കെ, അപ്പോൾ ഈ 2 ടോക്കൺസും 2 ഇതിലും അക്കൗണ്ട് ആക്കിയിട്ട് 2 ടോക്കൺസും നമ്മൾ 2 പോയിന്റ്സ് നമ്മൾ കണക്ട് ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യുള്ളൂ, PIX5 എന്ന് പറഞ്ഞാൽ അവർ ശരിക്കുള്ള ടോക്കണിൻ്റെ എയർ ഡ്രോപ്പ് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരോടും മസ്റ്റായിട്ടും ഡാഷ്ബോർഡിൽ കണക്ട് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡാഷ്ബോർഡിൽ കണക്ട് ചെയ്യുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്, ടെലഗ്രാം സെയിം ആണെന്ന് നോക്കണം, വാലറ്റും സെയിം ആണെന്ന് നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എയർ ഡ്രോപ്പിൻ്റെ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻസ് വരും. പിന്നെ തെറ്റായുള്ള ഡാറ്റാസും ഇതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്, നിങ്ങൾ വാലറ്റ് അഡ്രസ്സൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്, ഓട്ടോമാറ്റിക് ചിലപ്പോൾ എയർ ഡ്രോപ്പിൽ തന്നെ നമ്മൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ബാങ്ക് കിട്ടാം, അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊന്നും ആരും വരുത്താണ്ടിരിക്കാം. അപ്പോൾ ഇതിൻ്റെ ഫർദറായുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി ടെലഗ്രാമിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടാറുള്ളതാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മൾ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് ലാസ്റ്റ് ഒരു ടൈമിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ സെറ്റ് ചെയ്ത് ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് ചോദിക്കണം. അപ്പം നമ്മൾ നോർമൽ വീഡിയോസ് ചെയ്യുമ്പോൾ സ്പീഡാണ് എല്ലാവരും ഒരു ഇഷ്യൂ ആയിട്ട് പറയാറുള്ളത്. അത് നമ്മൾ എല്ലാവർക്കും കേൾക്കും വേണം, എന്നാൽ എന്ത് ചെയ്യണം, ലെങ്ത്ത് ഒരുപാട് കൂടി പോകണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ കുറച്ച് സ്പീഡ് കൂട്ടുന്നതും. പിന്നെ എഡിറ്റിങ്ങിൻ്റെ സമയത്ത് ഓട്ടോമാറ്റിക് നമ്മൾ സ്പീഡ് കൂട്ടിയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ആ ഇഷ്യൂസ് ഇല്ലാന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ 4 സ്റ്റെപ്പുകൾ മസ്റ്റായിട്ട് ചെയ്യാം. അതുപോലെ തന്നെ എയർ ഡ്രോപ്പിനുള്ള മറ്റ് അപ്ഡേറ്റ്സ് പേജിൽ വരുന്നതിനനുസരിച്ച് നിങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ.